Hi everyone, welcome back to our channel Aspiram Education. This is Dr. Fauzi Ahmad. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന പ്രത്യേകിച്ചും കുറച്ച് മാർക്ക് കുറവുള്ള കുട്ടികൾ +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലൊക്കെ കുറച്ച് മാർക്ക് കുറവുള്ള കുട്ടികൾ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മറ്റൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് PNC MAC, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള. അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും LBSനെ പറ്റിയിട്ടായിരിക്കും കൂടുതലും അറിയാവുന്നത്. അതായത് LBS ത്രൂ ആണ് നഴ്സിംഗും അതുപോലെ തന്നെ പാരാമെഡിക്കൽ അഡ്മിഷൻസ് നടക്കുന്നത്. എന്നാൽ LBS മാത്രമല്ല, നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു PNC MAC അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ഓർഗനൈസേഷൻസ് വഴിയും അഡ്മിഷൻസ് നടക്കാറുണ്ട്. സോ അതിലെ കേരളത്തിലെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ അംഗത്വമുള്ള ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ സെൻട്രൽ അലോട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനുമാണ് PNC MAC എന്ന് പറയുന്നത്. അപ്പോൾ ഈ PNC MACൻ്റെ അണ്ടറിലായിട്ട് 49 കോളേജുകളിലായിട്ടാണ് അഡ്മിഷൻസ് നടക്കുന്നത്. അതായത് 2026-2027 പ്രോസ്പെക്ടസ് പ്രകാരം 49 കോളേജസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. PNC MACൻ്റെ അണ്ടറിലുള്ള സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഈ 49 കോളേജസിലായിട്ട് 1486 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ വേറെ NRI കോട്ട സീറ്റ്സും വരുന്നുണ്ട്. അതായത് ഈ 1486-ൽ 423 സീറ്റ്സ് NRI കോട്ട സീറ്റ്സുമാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് പ്രൊപ്പോർഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെന്ന് വെച്ചു. ഒരു എക്സാമ്പിളാണ്, ഒരു നഴ്സിംഗ് കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റിൽ, അതായത് ഒരു 50 സീറ്റുകളും LBSൻ്റെ അണ്ടറിലായിരിക്കും പോകുന്നത്. ബാക്കി 50% സീറ്റ്, അതായത് 50 സീറ്റ്സിൽ 35% മാനേജ്മെൻറ്റ് സീറ്റായിട്ടും അതിലെ 15% സീറ്റുകൾ NRI കോട്ട സീറ്റുകളുമായിട്ടാണ് പോകുന്നത്. അതിൽ ഈ 50% ടോട്ടലി PNC MACൻ്റെ അണ്ടറിലാണ്. അവർ തന്നെ അതായത് ഈ 35% അലോട്ട്മെൻറ്റ് വഴിയും 15% NRI കോട്ട അലോട്ട്മെൻറ്റ് വഴിയുമാണ് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് PNC MACൽ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? PNC MACൽ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ LBS പോലെയല്ല, ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ പ്ലസ് ഇംഗ്ലീഷും കൂട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 120 തന്നെയാണ് കൂട്ടുന്നത്. നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്ലസ് ഇംഗ്ലീഷിന് 100, അങ്ങനെയാണ് സ്റ്റേറ്റ് സിലബസിൻ്റെ കുട്ടികൾക്ക് ടോട്ടലി 460 ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി CBSE ICC പോലെയുള്ള സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി 100ലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ PNC MACൽ അവർക്കൊരു 5% മാർക്ക് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 90% മാർക്കുള്ള കുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു 94.5 അല്ലെങ്കിൽ ഒരു 95%ത്തിലേക്ക് അവരുടെ മാർക്ക് കൺവേർട്ട് ചെയ്ത് മാറാറുണ്ട്. PNC MACൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. ഫീസ് സ്ട്രക്ചർ, അതായത് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, മാനേജ്മെൻറ്റ് കോളേജസ് ആയതുകൊണ്ട് ഡൊണേഷൻ്റെ ആവശ്യമുണ്ടോ, അലോട്ട്മെൻറ്റിൽ വന്നാൽ നമ്മൾ ഡൊണേഷൻ കൊടുക്കണോ? അങ്ങനെയില്ല. ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫീസ് തന്നെയാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്. NRI കോട്ടയ്ക്ക് വേറെയാണ്, പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ ഒരേ സെയിം ഫീസ് തന്നെയാണ് എല്ലാ കുട്ടികൾക്കും നോക്കുന്നത്. ഇനി നമ്മൾ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വർഷവും ട്യൂഷൻ ഫീസ് 80,328 രൂപയാണ് വരുന്നത്. അതിൽ സ്പെഷ്യൽ ഫീസ് വരുന്നത് 23,980 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു കോഷൻ ഡിപ്പോസിറ്റ് വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്, 10,000 റുപ്പീസ്. അത് റീഫണ്ടബിൾ ആണ് വൺസ് ആഫ്റ്റർ ദ കോഴ്സ്. ഇതാണ് നോർമൽ ജനറൽ മാനേജ്മെൻറ്റ് സീറ്റ്സിന് വരുന്നത്. ഇവിടെ ഒരു കാറ്റഗറി റിസർവേഷനും ഇല്ല. എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും ഈ സെയിം ഫീസ് തന്നെയാണ്. ഇനി NRI സീറ്റിലെ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് വരുന്നത് 1,04,500 രൂപയാണ് എല്ലാ വർഷത്തെയും ട്യൂഷൻ ഫീസ് വരുന്നത്. ഇനി സ്പെഷ്യൽ ഫീസ് വരുന്നത് 23,980 രൂപയും. ഇനി അതുപോലെ തന്നെ കോഷൻ ഡിപ്പോസിറ്റ്, ഇവിടെയും 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് വരുന്നുണ്ട്. അതും റീഫണ്ടബിൾ ആണ്. ഇനി PNC MACൻ്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, അതായത് 2025-2026 കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ 1486 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയും സീറ്റ്സുകൾ അവൈലബിൾ ആണെങ്കിലും വൺസ് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ ഒരു 2,500 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടികൾക്കായിരിക്കും PNC MACൽ കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത്. കഴിഞ്ഞ വർഷത്തെ നമുക്കൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ 460-ൽ 411 മാർക്ക് കിട്ടിയ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്കും PNC MACൽ ഏറ്റവും ലാസ്റ്റ് 411 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് കുറച്ചും കൂടി മാർക്ക് കുറവുള്ളത്, ഇപ്പോൾ LBSൽ കിട്ടുന്നില്ല, ഇപ്പം നമുക്ക് PNC MACലേക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കുട്ടികൾ അത്യാവശ്യം മാർക്കുള്ള ഒരു 95-94% ഉള്ള കുട്ടികളെല്ലാം ഈ LBS ത്രൂ തന്നെ പോകാൻ നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കാറ്റഗറി റിസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് സീറ്റ് അലോട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്, CPASന് അണ്ടറിലുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കുട്ടികൾ LBSലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ PNC മാക്കിൽ ഒരുപാട് സീറ്റ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും, വൺസ് അലോട്ടഡ് ആണെങ്കിലും കുറേ കുട്ടികൾ, അതായത് അത്യാവശ്യം മാർക്കുള്ള കുട്ടികൾ, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിലും PNC മാക്കിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പം നമുക്ക് കുറച്ച് മാർക്ക് കുറവുള്ള, അതായത് കുറേ റാങ്ക് താഴെ കിടക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ 1486 സീറ്റ്സ് മാത്രമേ ഉള്ളെങ്കിലും ഏകദേശം 2500 റാങ്ക് ലിസ്റ്റ് വരെയുള്ള കുട്ടികൾക്ക് PNC മാക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ 2500 മുകളിലോട്ടുള്ള കുട്ടികൾ ഒരിക്കലും നിങ്ങൾ അത് നോക്കി വെയിറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 2500, 2300 ആ ഒരു ഇതിനുള്ളിൽ തന്നെയാണ് PNC മാക്കിൽ സീറ്റ്സ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ 411 വരെ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ എക്സാം പാറ്റേൺ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷം, അതായത് 2025, 2026 +2 റിസൾട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് അത്രയും താഴേക്ക് എത്തിയതും. കാരണം അതിനും തൊട്ട് മുന്നത്തെ വർഷം, അതായത് 2024 വരുമ്പോഴത്തേനും ഏകദേശം 430, 435 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്കാണ് PNC മാക്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്നാൽ കഴിഞ്ഞ വർഷമാണ് 411 വരെ താന്നുപോയത്. ഈ വർഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് എല്ലാ കുട്ടികൾക്കും +2ന് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെക്സ് സ്കോറിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേനും ഒരു നേരിയ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. PNC മാക്ക് ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആണ്. അതായത് 9 ജൂണിനാണ് 2026 ഓപ്പൺ ആയിട്ടുള്ളത്. ജൂലൈ 15 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ PNC മാക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിന് റിസർവേഷൻ ഒന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LBSലും CPASലും ഒക്കെ ഇപ്പം നമ്മൾ ഒരേ സ്കോർ വെച്ചിട്ട് ടൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്ട് സ്കോർ വെച്ചിട്ട് തന്നെയാണ് ടൈ നോക്കുന്നതും അതുപോലെ തന്നെ ഓരോ കുട്ടിക്ക് റാങ്ക് തീരുമാനിക്കുന്നതും. എന്നാൽ PNC മാക്കിൽ ഒരേ സെയിം ഇൻഡെക്സ് സ്കോർ വന്ന കുട്ടിക്ക് ടൈ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു കുട്ടിക്ക് 420 മറ്റൊരു കുട്ടിക്ക് 420 വന്നെങ്കിൽ അവർ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, ആരാണോ ആദ്യം PNC മാക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അതായത് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം കളയാതെ നേരത്തെ തന്നെ പോയി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈറ്റും ഒരുപാട് ഹാങ് ആവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം പോയി അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ ഒരു രീതിയിലുള്ള പ്രയോറിറ്റി LBSലോ CPASലോ ഒന്നുമില്ല. അത് PNC മാക്കിൽ മാത്രമാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ളൊരു പ്രയോറിറ്റി അവർ റാങ്ക് ലിസ്റ്റിൽ കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കംപ്ലീറ്റ്ലി എക്സാം നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നഴ്സിംഗ് അഡ്മിഷൻ എങ്ങനെയാണ് അതിൻ്റെയുള്ള ആപ്ലിക്കേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ അസിസ്റ്റൻസും കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.